ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഉദ്ധിതനായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ ഒരിക്കൽ കൂടി അറിയിച്ചുകൊള്ളട്ടെ. നോമ്പിൻ്റെ ദിനങ്ങളിലൂടെ കടന്നു പോകുന്ന ദൈവജനത്തിന് ഒരു പുതുക്കത്തിൻ്റെയും നവീകരണത്തിൻ്റെയും ആവശ്യം മനസ്സിലാക്കിക്കൊണ്ടാണ് സഭ 40 ദിന നോമ്പുകൾ നൽകിയിരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രസ്താവ്യമായിരിക്കുന്ന കാര്യമാകുന്നു. പല വിധത്തിൽ നോമ്പിൻ്റെ ദിനങ്ങളെ ദൈവജനം ആചരിച്ചു വരുന്നുണ്ട്. ചില ഭക്ഷണ പദാർത്ഥങ്ങൾ വർജിച്ചുകൊണ്ടും ചിലതിനെ സ്വീകരിച്ചുകൊണ്ടും ദൈവജനം ഈ നോമ്പിൻ്റെ നാളുകളെ ആചരിച്ച് വരുന്നു. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരിയായി ജീവിത വിശുദ്ധീകരണം ഈ നോമ്പിൻ്റെ നാളുകളിൽ വളരെ ആവശ്യമാകുന്നു എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നോമ്പിൻ്റെ ദിനങ്ങളിൽ ദൈവത്തിൻ്റെ കരച്ചിൽ കേൾക്കുവാനായിട്ട് ദൈവജനത്തിന് കാത് ഉണ്ടാകേണ്ടുന്നത് വളരെ ആവശ്യമാകും. ഇവിടെ ദൈവം കരയുന്നവനാകുന്നുവോ എന്നുള്ളതായിരിക്കുന്ന ഒരു ചിന്തയും ആശങ്കയും പങ്കുവെക്കുന്നവർ നമ്മുടെ ഇടയിൽ ഉണ്ട്. എന്നാൽ തിരുവചനം വളരെ വ്യക്തമായിട്ട് അതിന് നമുക്ക് മറുപടി നൽകുന്നത് എബ്രായർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ക്രിസ്തു തൻ്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. ഇവിടെ വചനം എബ്രായർക്ക് എഴുതിയ ലേഖകൻ വളരെ വ്യക്തമായിട്ട് ദൈവജനത്തെ അറിയിക്കുന്നത് ക്രിസ്തു ഉറച്ച നിലവിളിയോടുകൂടെ കണ്ണുനീരോടുകൂടെ ആയിരുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ഇതിൻ്റെ തൊട്ട് മുകളിലുള്ളതായിരിക്കുന്ന വാക്യം എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു ഇപ്രകാരം കണ്ണുനീരോടുകൂടെ ഉറച്ച നിലവിളിയോടുകൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരുന്നത്? ക്രിസ്തു ദൈവത്തോട്, പിതാവായിരിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിച്ചത് ഈ കഷ്ടതയുടെ മാർഗം, ക്രൂശിൻ്റെ മാർഗം അല്ലെങ്കിൽ ക്രൂശീകരണം അത് എന്നിൽ നിന്നൊന്ന് നീക്കിത്തരണമേ എന്നുള്ളതായിരുന്നു. സുവിശേഷ ഭാഗം വായിക്കുമ്പോൾ നമുക്കവിടെയും ക്രിസ്തു ഗെത്സമന തോട്ടത്തിൽ നിന്നുകൊണ്ട് ദൈവത്തോട് ഈ വലിയ യാചന കഴിച്ചു. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. എന്നാൽ അവിടെ ക്രിസ്തു ആ പ്രാർത്ഥനാ വാചകം അവിടെ നിർത്തുകയല്ല. പിതാവിൻ്റെ ഇഷ്ടത്തിനായിട്ട് തന്നെ സ്വയം ഏൽപ്പിച്ചു കൊടുക്കുന്നതായിട്ടാണ് കാണുന്നത്. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം തന്നെ നിവർത്തിക്കട്ടെ എന്ന് പറഞ്ഞ് ദൈവഹിതത്തിനായിട്ട് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഈ ക്രൂശീകരണത്തിനായിട്ട് അല്ലെങ്കിൽ കഷ്ടത, മാനവകുലത്തിന് വേണ്ടി കഷ്ടത ഏൽക്കുന്നതിനായിട്ട് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ നിലവിളി ദൈവജനത്തിന് വേണ്ടിയുള്ളതാകുന്നു. ദൈവജനത്തെ മുഴു ലോകത്തെയും വീണ്ടെടുക്കുന്നതിന് വേണ്ടിയാകുന്നു എന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് നമ്മെ ഉണർത്തിക്കുന്നുണ്ട്. അപ്പോൾ ക്രിസ്തുവിനെ ഇവിടെ എബ്രായർക്ക് എഴുതിയ ലേഖകൻ ഈ തിരുവചനത്തിലൂടെ പരിചയപ്പെടുത്തുന്നത് ക്രിസ്തു ലോകത്തിൻ്റെ ശ്രേഷ്ഠ മഹാപുരോഹിതനാണ് എന്നുള്ളതാണ്. അത് മറ്റ് ലേഖകന്മാർ ആരും ചൂണ്ടിക്കാണിക്കാത്തതായിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. വാസ്തവത്തിൽ വംശപാരമ്പര്യം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്തു പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായിട്ട് തിരഞ്ഞെടുക്കപ്പെടേണ്ടുന്നവൻ അല്ല. എന്നാൽ ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠ മഹാപൗരോഹിത്യം ഏത് ക്രമത്തിലാകുന്നു എന്നുകൂടി ഈ അധ്യായത്തിൽ തന്നെയും അതുപോലെ തന്നെ 7-ാമത്തെ അധ്യായത്തിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠ മഹാപൗരോഹിത്യം എന്ന് പറയുന്നത് മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം ആകുന്നു. 7-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ കാണുന്നത് അതിൻ്റെ ആ ചരിത്രമാണ് എബ്രായർക്ക് എഴുതിയ ലേഖകൻ അവിടെ പറയുന്നത്. അബ്രഹാം പിതാവിൻ്റെ കാലഘട്ടത്തിൽ യുദ്ധം ജയിച്ച് മടങ്ങി വരുന്നതായിട്ടുള്ള അബ്രഹാമിനെ
എതിരേൽക്കുവാനായിട്ട് കടന്നു പോകുന്നത് ശ്രേഷ്ഠ മഹാപുരോഹിതനായിരിക്കുന്ന മൽക്കീസദേക്ക് ആകുന്നു. ശാലേം രാജാവ് എന്ന് അദ്ദേഹത്തിന് മറ്റൊരു പേരുകൂടി ഉള്ളതായിട്ട് ലേഖകൻ അവിടെ ഉണർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ശാലേം രാജാവായിരിക്കുന്ന മൽക്കീസദേക്ക്, അവിടെ വചനം പറയുന്നത് അവന് പിതാവില്ല, മാതാവില്ല, അവന് ആരംഭമില്ല, അവസാനവും ഇല്ല. അപ്പോൾ അപ്രകാരമുള്ളതായിരിക്കുന്ന ഒരു ക്രമപ്രകാരമാണ് മൽക്കീസദേക്ക് ശ്രേഷ്ഠ മഹാപുരോഹിതനായി വരികയും വിശ്വാസികളുടെ പിതാവായിരിക്കുന്ന അബ്രഹാമിനെ യുദ്ധത്തിൽ ജയിച്ചു വന്നവന് അവന് വേണ്ടുന്നതായിട്ടുള്ള സമ്മാനങ്ങൾ നൽകുകയും ചെയ്യുന്നത് എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ശ്രേഷ്ഠ മഹാപൗരോഹിത്യത്തിൽ നിൽക്കുന്നതായിട്ടുള്ള ക്രിസ്തുവ് ഇവിടെ ശ്രേഷ്ഠ മഹാപുരോഹിതനായിട്ട്, ലേവി പൗരോഹിത്യമല്ല, യഹൂദ ഗോത്രത്തിലുള്ളവനാണ് ക്രിസ്തു എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം ശ്രേഷ്ഠ മഹാപൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് ദൈവം വിളിച്ചു ചേർത്തതായിരിക്കുന്ന, ആദ്യം അന്തവുമില്ലാത്തവനായിരിക്കുന്ന ക്രിസ്തു, അൽഫയും ഒമേഗയുമായിരിക്കുന്ന ക്രിസ്തു ഉറച്ച നിലവിളിയോടെ കണ്ണുനീരോടുകൂടെ ദൈവജനത്തിൻ്റെ ഉദ്ധാരണത്തിനു വേണ്ടി ക്രൂശിൽ നിലകൊള്ളുകയും അവിടെയും ക്രിസ്തുവിൻ്റെ നിലവിളി നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ ക്രിസ്തു, നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം വായിക്കുന്ന പ്രകാരം അവിടെ കാണുന്നത് 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്ത് ഇരുട്ടുണ്ടായി എന്നാണ്. 9 മണി നേരത്ത് ക്രിസ്തു ആ ക്രൂശിൽ കിടന്നുകൊണ്ട് ആ ഇരുട്ടിൽ പിതാവായിരിക്കുന്ന ദൈവത്തോട് ഇപ്രകാരം പ്രാർത്ഥിച്ചു, ഏലി ഏലി ലമ്മ ശബക്താനി, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? പാപത്തിൻ്റെ ഭാരം ചുമന്നുകൊണ്ട് കൊടിയ വേദന അനുഭവിച്ച് മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ക്രിസ്തു മുഴു ലോകത്തിൻ്റെയും പാപഭാരങ്ങൾ തൻ്റെ ചുമലിൽ വഹിച്ചുകൊണ്ട് ഉറച്ച നിലവിളിയോടെ ദൈവം പോലും പിതാവ് പോലും തന്നെ കൈവിട്ടു എന്നുള്ള ചിന്തയോടുകൂടെ പാപത്തെ വെറുക്കുന്നവനായ എന്നാൽ പാപിയെ സ്നേഹിക്കുന്നതായിട്ടുള്ള ദൈവത്തോട് അഭയയാചന കഴിച്ചു. അതിന് മറുപടി ലഭിച്ചു. ഇവിടെയും നമ്മൾ വായിക്കുന്നത് ക്രിസ്തുവിന് ഈ നിലവിളിക്കും കരച്ചിലിനും പിതാവായിരിക്കുന്ന ദൈവത്തിങ്കിൽ നിന്ന് മറുപടി ലഭിച്ചു എന്നുള്ളതാണ്. ആ മറുപടി എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ മരണത്തിന് ശേഷം മരണം ഉറപ്പിക്കുവാൻ തക്കവണ്ണം ഇതിന് നേതൃത്വം നൽകിയതായിരിക്കുന്ന ശതാധിപൻ രോഗിയായിരുന്നു. അവൻ്റെ ഒരു കണ്ണിന് കാഴ്ചയില്ലായിരുന്നു. അവൻ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് മരണപ്പെട്ടുവോ എന്ന് പരിശോധന നടത്തുന്ന അവസരത്തിൽ ചരിത്രം പറയുന്നത് ആ വിലാപ്പുറത്ത് നിന്ന് വീണതായിരിക്കുന്ന രക്തവും വെള്ളവും ഒരു തുള്ളി അവൻ്റെ കണ്ണിൽ വീഴുകയും ആ കണ്ണിന് സൗഖ്യം ലഭിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് അവൻ പറഞ്ഞു, വാസ്തവമായി ഈ മനുഷ്യൻ നീതിമാനായിരുന്നു. ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയ്ക്ക് അവിടെ ഉത്തരം ലഭിക്കുന്നതായിട്ട് നാം കാണും. അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ഈ നാളുകളിൽ, നോമ്പിൻ്റെ നാളുകളിൽ സഭയായി കഴിഞ്ഞ അനവധി വർഷങ്ങളായി ദൈവവചന ധ്യാനവും പ്രാർത്ഥനയ്ക്കും സമയം മാറ്റിവെക്കുവാനായിട്ട് ദൈവജനത്തോട് ആവശ്യപ്പെടുന്നതിൻ്റെ വലിയ ഗുണം എന്ന് പറയുന്നത് സഭയിൽ പ്രാർത്ഥനയുടെ ആത്മാവ് വ്യാപരിക്കുകയും ദൈവത്തിൻ്റെ ആത്മാവ് വചനത്തിലൂടെ ജനങ്ങളോട് ഇടപെടുകയും സഭ രൂപാന്തരീകരണം പ്രാപിച്ച് ആത്മശക്തിയുള്ളവരായി തീരുകയും ലോകത്തിൽ സാക്ഷ്യത്തോടെ നിലനിൽക്കുകയും ചെയ്യുവാനായിട്ട് ആകുന്നു. ഈ നോമ്പിൻ്റെ നാളുകളിലും ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് നമ്മെ അതിനായിട്ട് ഒരുക്കട്ടെ. ഉറച്ച നിലവിളിയോടും കരച്ചിലോടും അഭയയാചന കഴിക്കേണ്ടുന്നത് നമുക്ക് ആവശ്യമാകുന്നു. പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. സ്നേഹവാനായിരിക്കുന്ന ആ ദൈവമേ, ക്രിസ്തു ക്രൂശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയും ഞങ്ങൾക്ക് മാതൃക കാണിച്ചു തരികയും ചെയ്തു. ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷയിലും പ്രാർത്ഥനയ്ക്കായിട്ട് പലപ്പോഴും സമയത്തെ മാറ്റിവെച്ച് രാത്രിയുടെ യാമങ്ങളിൽ പ്രാർത്ഥനയിൽ ഉറ്റിരുന്നത് ഞങ്ങളുടെ തിരുവചനത്തിലൂടെ ഞങ്ങൾ വായിക്കുന്നു. കർത്താവേ, ഞങ്ങളും അപ്രകാരം പ്രാർത്ഥനയിൽ സമയം ചെലവഴിപ്പാൻ, വചനത്തെ വായിച്ച് ആത്മിക പ്രബുദ്ധരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം. ദൈവകൃപ അതിനായിട്ട് ഞങ്ങളുടെ മേൽ പകരണം. ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.